ലിജോ റോളൻസ് കൂടുതൽ വിവരങ്ങളുമായി. ലിജോ, എന്തെങ്കിലും പ്രതികരിച്ചോ ഇന്നിപ്പോൾ ഈ രാഹുൽ പുറത്തേക്ക് വന്നപ്പോൾ? രാഹുൽ ഈ കോടതിയിൽ നിന്നും പുറത്തേക്ക് വരുന്ന സമയത്ത് പ്രതികരണം ആരാഞ്ഞിരുന്നത്. പക്ഷേ രാഹുലിന് അടുത്തേക്ക് പോലും എത്താൻ കഴിയാത്ത രീതിയിൽ 2 ലെയറുള്ള ഷീൽഡുമായി പോലീസുകാർ ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. രാഹുൽ ഒന്നും പ്രതികരിക്കാനോ നിന്ന് സംസാരിക്കാനോ തയ്യാറായിരുന്നില്ല. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഒരു വശത്ത് BJPയുടെ ഭാഗത്തു നിന്നും മറ്റൊരു വശത്ത് DYFIയുടെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മുട്ടയർ, അത് ചീമുട്ടയർ പോലും ആ വാഹനത്തിലേക്ക് രാഹുലിനെ കയറ്റുന്ന സമയത്തുണ്ടായിരുന്നു. അത് വളരെ ശ്രമപ്പെട്ടാണ് പോലീസ് അത് നിയന്ത്രിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇവിടെ നിന്ന് മാറ്റുകയും തുടർന്ന് പത്തനംതിട്ട AR ക്യാമ്പിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. 3 ദിവസമാണ് കസ്റ്റഡിയിൽ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 3 ദിവസം പരമാവധി കാര്യങ്ങൾ ചോദിച്ചറിയാനും കൃത്യമായൊരു പ്ലാനിങ്ങോടുകൂടെ ഒരു തെളിവെടുപ്പ് നടത്താനുമൊക്കെയുള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ എന്തായാലും അന്വേഷണ സംഘമായിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് 15-ാം തീയതി വൈകുന്നേരത്താണ് ഇനി രാഹുലിനെ കോടതിയിൽ തിരികെ ഹാജരാക്കേണ്ടത്. അതുവരെയുള്ള 3 ദിവസം, അതായത് ഇനി ഒരു 2.5 ദിവസമാണ് കൃത്യം പറഞ്ഞാൽ ലഭിക്കുക. ആ സമയത്തിനുള്ളിൽ പരമാവധി വിവരങ്ങൾ ശേഖരിക്കുക, തെളിവെടുപ്പുകൾ നടത്തുക, ഇലക്ട്രോണിക് ഡിവൈസുകൾ കണ്ടെത്തുക എന്നുള്ളൊരു ശ്രമം തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗമായി നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ലിജോ റോളൻസ് ആണ് വിവരങ്ങൾ നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ 3ാമത്തെ ബലാത്സംഗ പരാതിയിൽ ഇപ്പോൾ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. 3 ദിവസത്തേക്ക് കൂടി അദ്ദേഹത്തെ കോടതിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങൾ. പക്ഷെ പ്രതികരണം ആരായാൻ മാധ്യമങ്ങൾക്ക് കഴിഞ്ഞില്ല. പോലീസ് കനത്ത ബന്ദോബസ്താണ് അവിടെ തീർത്തിരുന്നത്. അതുകൊണ്ട് തന്നെ അടുത്തേക്ക് പോകാൻ കഴിഞ്ഞില്ല. വലിയ പ്രതിഷേധവും അവിടെ ഉണ്ടായിരുന്നു. ചീമുട്ടയർ പോലെയുള്ള പ്രതിഷേധ പരിപാടികളുമായി ചില സംഘടനകൾ അവിടെ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ രാഹുലിന് കനത്ത വലയം തീർത്താണ് പോലീസ് അദ്ദേഹത്തെ കൊണ്ടുപോയത്. 3 ദിവസത്തേക്ക് കൂടി രാഹുലിനെ പോലീസ് കോടതി ഇപ്പോൾ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. 3ാമത്തെ ബലാത്സംഗ പരാതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള കോടതിയുടെ ഇപ്പോഴത്തെ ഈ നടപടി. ജാമ്യാപേക്ഷ വീണ്ടും 16-ന് പരിഗണിക്കാനാണ് കോടതി തീരുമാനിച്ചിട്ടുള്ളത്. ഗുരുതര സ്വഭാവമുള്ള ആക്ഷേപങ്ങളുള്ള കേസാണ് ഈ കേസ്. വിദേശത്ത് താമസിക്കുന്ന യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി അന്യായമായവരെ
സാമ്പത്തികമായി ചൂഷണം ചെയ്യുകയും ശാരീരികമായും ലൈംഗികമായും പീഡിപ്പിക്കുകയും ചെയ്തു. ഒപ്പം അവരെ ശാരീരികമായി ആക്രമിക്കുകയും ചെയ്തു എന്നതാണ് ഈ കേസിന് ആധാരമായിട്ടുള്ള സംഗതി. വളരെ ഗുരുതരമായുള്ള ആരോപണങ്ങളും ചാർജുകളുമാണ് ഈ കേസിലുള്ളത്. രാഹുലിന് ഇന്നലെ ജാമ്യാപേക്ഷ ഹർജി വന്നെങ്കിലും കോടതി ഇന്നത്തേക്ക് അത് മാറ്റിവെച്ചു. ഇന്നിപ്പോൾ കോടതി 3 ദിവസത്തെ കസ്റ്റഡി അനുവദിക്കുക കൂടി ചെയ്തിരിക്കുന്നു എന്നാണ് കാണേണ്ട കാര്യം. രാഹുൽ മാങ്കൂട്ടത്തിന് മോചനം ലഭ്യമായില്ല. ഇന്നത്തെ ദിവസവും രാഹുലിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ നിയമപരമായിട്ടുള്ള തിരിച്ചടിയുടെ ദിവസമാണ്. പുറത്തേക്ക് ഇറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോകാനുള്ള സാധ്യത പരിഗണിച്ചുകൊണ്ട് കോടതി പോലീസ് വളരെ രഹസ്യമായിട്ടാണ് ഈ കേസിൽ മൂവ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അർദ്ധരാത്രിയിൽ പിടിയിലാകുന്ന രാഹുലിന് ഏത് കേസിലാണ് താൻ പിടിയിലാകുന്നത് എന്നതുപോലും മനസ്സിലായിരുന്നില്ല എന്നത് കാണണം. പോലീസ് അത്രയും വളരെ സീക്രട്ടായിട്ടാണ് ഈ കേസിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. ഇപ്പോൾ കോടതി 3 ദിവസത്തേക്ക് കൂടി ഈ പാലക്കാട് MLA കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്.